നമസ്കാരം. ഗംഗയിൽ മുങ്ങി പ്രചാരണത്തിന് തുടക്കമിടാൻ പ്രിയങ്ക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ജലമാർഗവുമായി പ്രിയങ്ക ഗാന്ധി. യുപിയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗംഗയിൽ നിന്ന് തുടക്കമിടാൻ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ ഉൾപ്പെടെ ബോട്ടിൽ സഞ്ചരിച്ചുള്ള പ്രിയങ്കയുടെ പ്രചാരണം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. BJPയുടെ കോട്ടയായ കിഴക്കൻ യുപിയിൽ കോൺഗ്രസിന്റെ വേരുറപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തെ പ്രചാരണം. അവിടെ നിന്ന് ആരംഭിക്കാനുള്ള പ്രിയങ്കയുടെ തീരുമാനം. ഗംഗ തീരത്തുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളുമായി ത്രിദിന യാത്രയിൽ പ്രിയങ്ക സംവദിക്കും. ഗംഗാ ശുചീകരണം BJP മുഖ്യ പ്രചാരണായുധമാക്കിയ സാഹചര്യത്തിൽ ഗംഗയിലെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കാൻ കൂടിയാണ് പ്രിയങ്കയുടെ യാത്ര. വാരണാസിക്ക് പുറമെ പ്രയാഗ്രാജ്, ബദോഹി, മിർസാപൂർ എന്നിവിടങ്ങളിലും സന്ദർശിക്കുന്ന പ്രിയങ്ക ഗംഗയിലൂടെ 110 കിലോമീറ്റർ സഞ്ചരിക്കും. ഗംഗയിലൂടെ പ്രചാരണം നടത്തുന്നതിനുള്ള അനുമതിക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി സമീപിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി യുപിയിലെ ചിത്രങ്ങൾ ആകെ മാറിമറിയുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ യുപിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രിയങ്കയുടെ വരവോടുകൂടി കോൺഗ്രസ് അടക്കം മഹാസഖ്യത്തിന്റെ ഭാഗമാവുന്ന രീതിയിലേക്കടക്കം ചർച്ചകൾ പുരോഗമിക്കുന്നു. എന്നാൽ അതേസമയം BJPയുടെ അതേ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി മൃദു ഹിന്ദുത്വ സമീപനവുമായി കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന മറ്റൊരു ആക്ഷേപവും ഉയരുന്നുണ്ട്. ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം പണിയാൻ ഞങ്ങൾ തന്നെ മുന്നോട്ട് വരണമെന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് നേതൃത്വമായിരുന്നു. അതോടൊപ്പം തന്നെ രാഹുലിനെ രാമനാക്കി ചിത്രീകരിച്ച് പ്രചാരണത്തിന് തുടക്കമിട്ടതും കോൺഗ്രസ് തന്നെ. അതോടുകൂടി ഇപ്പോൾ ഏറ്റവും അവസാനമായി തിരഞ്ഞെടുപ്പ് പ്രചാരണം ഗംഗയിൽ മുങ്ങി പ്രിയങ്ക ആരംഭിക്കുമ്പോൾ പ്രിയങ്കയും രാഹുലും അടങ്ങുന്ന കോൺഗ്രസ് BJPയുടെ പിന്നാലെ മൃദു ഹിന്ദുത്വ സമീപനവുമായി പോവുകയാണോ എന്നാണ് രാഷ്ട്രീയ നേതൃത്വം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. സ്ത്രീ സൗന്ദര്യത്തിന് പരിപൂർണതയേകാൻ വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ദീപ ഗോൾഡ്. പരിശുദ്ധിയും ഗുണമേന്മയും ഉറപ്പു നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ ജില്ലയിൽ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. രാജകീയ പ്രൗഢി നൽകും ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ആരും കൊതിക്കുന്ന ഡിസൈനുകൾ. നാടിന്റെ സ്വന്തം ജ്വല്ലറി ദീപ ഗോൾഡ്.